കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി മലപ്പുറം നഗരസഭ മുണ്ടുപറമ്പ് കാവുങ്ങൽ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അഭയകേന്ദ്രം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു. പി. ഉബൈദുള്ള എം.എൽ.എ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി.കെ. സക്കീർ ഹുസൈൻ, പരി അബ്ദുൽ ഹമീദ്, മറിയുമ്മ ഷെരീഫ്, പി.കെ. അബ്ദുൽ ഹക്കീം, കൗൺസിലർമാരായ ഒ. സഹദേവൻ, സുരേഷ് മാസ്റ്റർ, പി.എസ്.എ. ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു. 100ഓളം അന്തേവാസികൾ ഒരേ സമയം താമസ സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സംവിധാനത്തോടു കൂടിയാണ് അഭയകേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കിയത്. സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയകേന്ദ്രം കൂടിയാണിത്. 3,25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 2,51 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് തുക കണ്ടെത്തിയത്. നിർമ്മാണം പൂർത്തിയാക്കിയ അഭയകേന്ദ്രത്തിൽ താമസ റൂമുകൾ, ഡോർമെറ്ററികൾ, മെഡിക്കൽ സപ്പോർട്ട് റൂം, ഹെൽത്ത് ക്ലബ്ബ്, ലൈബ്രറി, കിച്ചൺ, റീക്രിയേഷൻ സെന്റർ, യോഗ ഹാൾ തുടങ്ങിയ മുഴുവൻ സജ്ജീകരണങ്ങളും ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾ, ഭവനരഹിതർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് അഭയകേന്ദ്രം നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്തേവാസികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പദ്ധതികളും ഇതോടൊപ്പം അഭയകേന്ദ്രത്തിൽ തുടക്കം കുറിക്കും. ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവിലുള്ള ഗ്രീൻ പാർക്ക് നിർമ്മാണവും അഭയകേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മാണം തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലാണ്. വയോജനക്ഷേമ രംഗത്ത് അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ച മാതൃകാ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം നഗരസഭയുടെ പ്രവർത്തന മേഖലയിൽ മറ്റൊരു മികച്ച കാൽവയ്പാണ് അഭയകേന്ദ്ര നിർമ്മാണം വഴി സാധ്യമായത്. അതിൻ്റെ ഓരോ ഏരിയകളിലൂടെയും ഇടപെട്ട് ഫ്രണ്ട് ജോലി ചെയ്ത് ആ സ്വഭാവത്തിൽ ചെയ്യുന്നതുകൊണ്ട് അതിൽ ഒരു അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ അതിമനോഹരമായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഉള്ളറിഞ്ഞ് ഇടപെടുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.